ആദ്യമേ നമുക്ക് ഷോക്ക് അബ്സർവർ സ്പ്രിങ് ടൈറ്റ് ചെയ്യണം. സ്പ്രിങ് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യണം. ഷോക്ക് അബ്സർവർ സ്റ്റഡ് മാറാനായിട്ട് നമ്മൾ ആദ്യമേ സ്പ്രിങ് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാം. സ്പ്രിങ് നല്ലോണം ടൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് താഴത്തെ ഇതിലും മുകളിലുമായിട്ടാണ് ലോക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലും നല്ലോണം ലോക്ക് ചെയ്യണം. നല്ലോണം ലോക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഗണ്ണ് വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്യണം. സ്പ്രിങ് രണ്ട് സൈഡ് ഒരേ കണക്ക് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായി പോയാൽ നമുക്ക് സ്റ്റഡ് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പുറത്തെ സൈഡും അതുപോലെ രണ്ട് സൈഡും ഒരേ കണക്ക് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സ്പ്രിങ് ടൈറ്റ് ആയതൊന്ന് നമുക്ക് മേലത്തെ ബുഷ് കറക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഫ്രീ ആയിട്ട് കറങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ് പ്രസ്സായി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ബോക്സ് ഉപയോഗിച്ച് ആ ഒരു സ്പ്രിങ് ബുഷ് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ സ്വിഫ്റ്റിൻ്റെയാണ്. അതിൻ്റെ നെട്ടിളകി കഴിഞ്ഞാൽ ഇത് ബുഷ്, ഇതാണ് ഇതിൻ്റെ ബുഷ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു വാഷർ വരും. വാഷറിന് തൊട്ട് താഴെയായിട്ടാണ് ബെയറിങ് വരുന്നത്. ബെയറിങ് ഇളകി കഴിഞ്ഞ് അതിൻ്റെ കപ്പിളകുക. പിന്നെ ഒരു ബുഷ് വരും. ആ ബുഷ് കറക്റ്റായിട്ട് ഇതേ ആകൃതിയിൽ തന്നെ അത് തിരിച്ചിറക്കിയിടുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ ബൂട്ട് മാറ്റി കഴിഞ്ഞ് സ്പ്രിങ് ഇളക്കി മാറ്റി ആ ഒരു സ്റ്റഡ് നമുക്ക് മാറേണ്ട സ്റ്റഡ് ഇളക്കി കളയുക. പുതിയ സ്റ്റഡ്, അതിനുശേഷം പുതിയ സ്റ്റഡ് എടുക്കുക. ഇതാണ് പുതിയ സ്റ്റഡ് നമ്മൾ എടുക്കുക. ശേഷം പുതിയ സ്റ്റഡ് നമ്മൾ ബേസിലോട്ട് പിടിപ്പിക്കുക. ശേഷം ഇത് ലോക്ക് മാറ്റി ഇതിപ്പോൾ പുതിയ സ്റ്റഡാണ്. അതിനുശേഷം ആ സ്പ്രിങ് എടുക്കുക. പഴയ സ്പ്രിങ് അതിൻ്റെ അകത്ത് തന്നെ ക്ലീൻ ചെയ്ത്, സ്പ്രിങ്ങിൻ്റെ അടിഭാഗമെല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്പ്രിങ് സ്റ്റഡിലോട്ട് കറക്റ്റ് ആ ഒരു പൊസിഷൻ, ഈ ഒരു പൊസിഷൻ ഉണ്ട്. സ്പ്രിങ്ങിനൊരു പൊസിഷൻ വരുന്നുണ്ട്. സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇവിടെ ഒരു വെട്ടുണ്ട്. ആ ഒരു വെട്ടിൻ്റെ അകത്ത് ഇത് ഇറങ്ങിക്കിടക്കണം. ആ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ സ്പ്രിങ്ങിൻ്റെ ബൂട്ട് ഇറക്കി വിട്ട് കൊടുക്കണം, ക്ലീൻ ചെയ്ത്. സ്പ്രിങ്ങിൻ്റെ ബൂട്ട് കറക്റ്റായിട്ട് ഇറക്കി വിട്ടുക. പിന്നെ നമ്മൾ കപ്പ് നല്ലോണം ക്ലീൻ ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പ് വയ്ക്കുക.
കപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഇച്ചിരി ഗ്രീസ് എടുക്കുക. ശകലം ഗ്രീസ് നല്ലോണം ഇട്ട് കൊടുക്കുക. ഇതാ ബെയറിങ്ങിൻ്റെ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാനാണ് ഗ്രീസ് ഇടുന്നത്. ബെയറിങ് ആണ് ബെയറിങ്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ബെയറിങ്ങാണ്. ഇത് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീസ് ഇട്ടതിന് ശേഷം ബെയറിങ് കറക്റ്റായിട്ട് സീറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്ലീൻ ചെയ്ത വാഷർ ഇടുക. ബുഷ് അതിന് വേണ്ടി നമ്മൾ പുതിയ ബുഷാണ് ഇടുന്നത്. പുതിയ ബുഷ് നമ്മൾ എടുത്തിടുക. പുതിയ ബുഷായിട്ട് സെറ്റ് ചെയ്യും. പുതിയ ബുഷ് അതിൻ്റെ അകത്ത് ഇടുക. നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ഗണ്ണിനെ അടിച്ച് നല്ലോണം ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഗണ്ണിനെ അടിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം 2 സ്പ്രിങ്ങും നമ്മൾ ഓരോ സൈഡായിട്ട് കുറേശ്ശെ യൂസ് ചെയ്യണം. ഓരോ സൈഡായിട്ട് കുറച്ച് യൂസ് ചെയ്യുക. ആ ലോക്ക് നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം താഴെയായിട്ട് ഈ ബൂട്ട് പിടിച്ചിടാനായിട്ടൊരു ഇതുണ്ട്. ആ ബൂട്ട് കറക്റ്റായിട്ട് ഇതിലോട്ട് പിടിച്ചിട്ട് കൊടുക്കണം. ഇതാണിപ്പോൾ നമ്മൾ സ്റ്റഡ് മാറിയ പുതിയ ഷോക്ക്. സ്റ്റഡ് മാറി അതിൻ്റെ ബുഷും മാറി സെറ്റ് ചെയ്ത ഷോക്കാണ്. സ്വിഫ്റ്റിൻ്റെ ഷോക്കാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഷോക്ക് മൗണ്ട് ബുഷ് മാറാൻ നമുക്ക് സ്റ്റഡ് ഇളക്കേണ്ട കാര്യമില്ല. ഇതാണെങ്കിൽ സ്പ്രിങ് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ ബുഷ് മാത്രം ഇളക്കി മാറിയിടുക. ബുഷ് മാറാനായിട്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റഡ് മാറണമെന്നുള്ളതുകൊണ്ടാണ് സ്പ്രിങ് മൊത്തത്തിൽ ഇളക്കി മാറ്റി പണിഞ്ഞത്.